തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു പുണ്യസങ്കേതമാണ് തോരണമല. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഏകദേശം 700-നടുത്ത് പടവുകൾ കയറി വേണം മലമുകളിലെത്താൻ. പടികൾ കയറുന്ന വഴിയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ശുദ്ധവായു ശ്വസിക്കാനും സാധിക്കും. ഈ കുന്നിന് ഒരു തോരണം അഥവാ സ്വാഗത കമാനത്തിന്റെ ആകൃതി ഉള്ളതിനാലാണ് തോരണമല എന്ന പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. സിദ്ധർമാരുടെ തട്ടകമായാണ് ഈ മല അറിയപ്പെടുന്നത്. അഗസ്ത്യമുനി ഇവിടെ താമസിച്ച് നിരവധി ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പഠിച്ചുവെന്നും മുരുകനെ ആരാധിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. പ്രകൃതി ഭംഗിയും ആത്മീയതയും ഒത്തുചേർന്ന ഒരു ഇടമാണ് ഈ ഒരു തോരണമല. തെന്മലയിൽ നിന്നും ഏകദേശം 52 കിലോമീറ്ററും പ്രശസ്തമായ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ നിന്നും 15 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. മലമുകളിൽ വറ്റാത്ത ചെറിയ നീരുറവകളും കുളങ്ങളും കാണാം. ഇതിലെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നാണ് വിശ്വാസം. ഇവിടെ വരികയാണെങ്കിൽ കഴിവതും രാവിലെ നേരത്തെ മല കയറുന്നതാണ് ചൂടൊഴിവാക്കാൻ നല്ലത്. കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് കൊല്ലം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ആര്യങ്കാവ് വഴി എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാം. സമാധാനപരമായ ഒരു അന്തരീക്ഷം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരിടമാണ് ഈ ഒരു തോരണമല. ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമായ ഈ മലയിൽ വെച്ചാണ് പല ആയുർവേദ രഹസ്യങ്ങളും സിദ്ധന്മാർ കണ്ടെത്തിയതെന്നാണ് വിശ്വാസം. മലകയറ്റം അല്പം കഠിനമാണെങ്കിലും ചുറ്റുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. കൂടാതെ തോരണമല സ്ഥിതി ചെയ്യുന്നത് ഒരു കാടിനടുത്താണ്. തമിഴ്നാട് വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സംരക്ഷിത വനമേഖലയുടെ അതിർത്തിയോട് ചേർന്നാണ് കിടക്കുന്നത്. നെല്ലായി വന്യജീവി സങ്കേതം, നെല്ലായി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നാണ് ഈ കാടിന്റെ പേര്. കേരളത്തിലെ ഷെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ തുടർച്ചയായി വരുന്ന വനനിരകളാണിവ. മലയുടെ ഒരു വശത്ത് ജനവാസ മേഖലകളും കൃഷിയിടങ്ങളുമാണെങ്കിൽ മറുഭാഗം കാടിനോട് ചേർന്ന് നിൽക്കുന്നു. അതിനാൽ തന്നെ ധാരാളം കുരങ്ങുകളെയും അപൂർവ പക്ഷികളെയും ഇവിടെ കാണാൻ സാധിക്കും. തോരണമലയിൽ സന്ദർശകർക്കുള്ള സമയം വെളുപ്പിനെ 5 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. കയറുന്നവർ വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ മലയിറങ്ങണമെന്നാണ് പൊതുവായ നിർദ്ദേശം. കാടിനോട് ചേർന്ന പ്രദേശമായതിനാലും പടവുകളിൽ വെളിച്ചം കുറവായതിനാലും സുരക്ഷാ കാരണങ്ങളാലാണ് ഈ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ക്ഷേത്രപണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്ത്. ഇതൊരു വനമേഖലയോട് ചേർന്ന ഇടമായതിനാൽ പ്ലാസ്റ്റിക് കുപ്പികളോ കവറുകളോ അവിടെ ഉപേക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിരവധി പടവുകൾ ഉള്ളതിനാൽ കഴിവതും അതിരാവിലെയോ ഉച്ച കഴിഞ്ഞുള്ള സമയത്തോ ഇവിടേക്കായി സന്ദർശിക്കുന്നതായിരിക്കും ഉചിതം. മലമുകളിൽ കയറുന്നവർ കഴിവതും കയ്യിൽ കുടിവെള്ളം കരുതാൻ മറക്കാതിരിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 124 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ കടയത്തിനടുത്താണ് ഈ മനോഹരമായ മല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തെങ്കാശി റൂട്ടൊക്കെ പോകുന്നവർ തീർച്ചയായും ഈ ഒരു സ്ഥലം കൂടി സന്ദർശിക്കുക. തീർച്ചയായും മറക്കാനാകാത്ത ഒരു ഇടമായിരിക്കും ഈ ഒരു സ്ഥലം. താങ്ക്